രാം ഗോപാൽ വർമ്മയ്ക്ക് തെറ്റി. ക്രിസ്റ്റഫർ നോളനും സ്റ്റീവൻ സ്പിൽബർഗും അവരുടെ പണി ചെയ്തോട്ടെ. കേരള സ്റ്റോറി നരേറ്റീവുകൾ അണിയറയിൽ ഒരുക്കുന്ന പ്രൊപ്പഗാൻഡ മേക്കേഴ്സാണ് ദുരന്തർ 2 കണ്ടുപഠിക്കേണ്ടത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനും വേണം ഒരു കഴിവ്. മേക്കിങ്ങിലെ തലക്കനം കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കണം. കണ്ടിരിക്കുമ്പോൾ ചിന്തകളും യുക്തിയും മരവിക്കണം. പറ്റുമോ സക്കീർ ഭായിക്ക് അങ്ങനെ ഒന്ന്? ആദിത്യധറിന് പറ്റും. ദുരന്തർ ഇല്ലായിരുന്നെങ്കിലോ, ചരിത്രത്തിൽ ആര് വെള്ളപൂശിയേനെ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. ആദ്യ ഭാഗം ഒളിച്ചുകടത്തലായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഒളിവും മറയും ഇല്ലാതെ രണ്ടും കൽപ്പിച്ചാണ്. മേക്കിംഗ് ഗംഭീരം, അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് എങ്കിലും സിനിമ പറയുന്ന പൊളിറ്റിക്സിനോട് യോജിപ്പില്ല എന്നങ്ങ് ഒരു വരിയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സിനിമാ ഗിമ്മിക്കിൽ മൂടിവെക്കപ്പെടേണ്ട, അന്ധമാക്കപ്പെടേണ്ടത്ര നിസ്സാരമല്ല വിഷയം. ഒരുപക്ഷെ കേരള സ്റ്റോറിയേക്കാൾ വിഷം പരത്തുന്നതാണ് ഇത്തരം വെൽമെയ്ഡ് പ്രൊപ്പഗാൻഡകൾ. 2000ന്റെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന കഥ. ജസ്കീരത് സിംഗ് റാങ്കി എന്ന പഞ്ചാബി യുവാവ് എങ്ങനെ കറാച്ചിയിലെ ലിയാരി സംഘത്തിലേക്ക് നുഴഞ്ഞുകയറുന്ന ഇന്ത്യൻ ഏജന്റ് ഹംസ അലി മസാരി ആയെന്നതിന് ഉത്തരം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലായി മാധവൻ, അക്ഷയ് ഖന്ന, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത് എന്നിവരുമെത്തിയ ആദ്യ ഭാഗത്തിന്റെ തുടർച്ച. 16 ദിവസത്തിനുള്ളിൽ 500 കോടി കടന്ന, പോയ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്ന്. ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നു. രണ്ടാം ഭാഗവും ബോക്സ് ഓഫീസ് തൂത്തുവരുന്നു. ഒറ്റ വരിയിൽ പറഞ്ഞാൽ BJPയുടെ മാനിഫെസ്റ്റോ ആണ് ഈ ചിത്രം. ജനങ്ങളെ വലച്ച, അനീതി എന്ന് എഴുതപ്പെട്ടിരുന്ന ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ, നിലപാടുകളെ ഒക്കെ പിന്തുണയ്ക്കുന്ന വിചിത്ര വാദങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു തിരക്കഥ. ഇന്ത്യക്കാരെന്നാൽ ഹിന്ദുക്കളെന്ന് പറഞ്ഞു വെക്കുന്നു. പാകിസ്ഥാൻ മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും തമ്മിൽ കൂട്ടിക്കലർത്തി വെറുപ്പുണ്ടാക്കുന്നു. മുൻ ഭരണ പാർട്ടികളെ പാവക്കൂത്തുകളെന്ന് വിശേഷിപ്പിക്കുന്നു. തീവ്രവാദികൾ ഭരിച്ചിരുന്ന ഇന്ത്യ എന്ന അസംബന്ധം വിളിച്ചു പറയുന്നു. പ്രതിപക്ഷത്തെയും NGOകളെയും ഒക്കെ സംശയാസ്പദമായി ചിത്രീകരിക്കുന്നു. രാജ്യസുരക്ഷയും ദേശീയതയും എന്ന പേരിൽ നടത്തുന്ന ആക്രമണങ്ങളെയൊക്കെ മഹത്വവൽക്കരിക്കുന്നു. ഭീകരാക്രമണങ്ങളിൽ നിന്നുള്ള ദുഃഖത്തെ വിനോദമാക്കി മാറ്റുന്നു. ജിയോ പൊളിറ്റിക്സിന്റെ സങ്കീർണതകളെ നല്ലവരും മോശക്കാരും എന്ന ലളിതകരമായ ഫ്രെയിമിലേക്ക് ചുരുക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന 60,000 കോടി തടയാൻ വേണ്ടി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നശിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയതാണത്രേ നോട്ട് നിരോധനം. അത് രാജ്യത്ത് നടന്ന ഏറ്റവും മഹത് പ്രവൃത്തിയെന്ന് ഊന്നിപ്പറയുന്നു. തീവ്രവാദി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നിന്നും ഇന്ത്യയെ രക്ഷിച്ചെടുക്കുന്ന അവതാര പുരുഷനായി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുന്നു. 4 മണിക്കൂർ നീണ്ട സിനിമയിൽ അനാവശ്യമായി മോദിയുടെ സത്യപ്രതിജ്ഞയും മറ്റു രംഗങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു. ദുരന്തറിന് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: BJP ഭരണത്തിൽ വന്നതിന് ശേഷം രക്ഷപ്പെട്ട ഭാരതം എന്നത്. അവതാര പുരുഷനാവുകയാണ് മോദി ഇവിടെ. ഒന്നുകൂടി ചോദിക്കട്ടെ, ജസ്കീരത് സിംഗ് റാങ്കി എന്തിന് ഏജന്റ് ഹംസ അലി മസാരിയായി? എന്തിന് ലിയാരി സംഘത്തിലേക്ക് നുഴഞ്ഞു കയറി? ഒറ്റ ഉത്തരമേ ഉള്ളൂ: പ്രതികാരം. ടൈറ്റിലുള്ളതുപോലെ റിവെഞ്ച്. ഇന്ത്യയെ തിരിച്ചടിക്കാൻ പ്രാപ്തമാക്കിയത് BJP ആണത്രേ. ഇന്ത്യൻ പൗരനും പ്രതികാരം വീട്ടാൻ ശക്തി പകർന്നു തന്നത് മോദിയാണത്രേ. ഇത്തരം വ്യാജ നരേറ്റീവുകൾ കൊണ്ട് യുക്തിയുടെ കണ്ണുകെട്ടാൻ, മോദിയെയും യോഗിയെയും പേരെടുത്ത് സ്തുതിക്കാൻ ഒരു ഇന്ത്യൻ നിർമ്മിത പ്രൊപ്പഗാൻഡ പടം. മറ്റൊന്നുമല്ല ദുരന്തർ. സാങ്കേതികമായി നീതി പുലർത്തിയതുകൊണ്ടോ ഗംഭീര തിയേറ്റർ അനുഭവം സമ്മാനിച്ചതുകൊണ്ടോ അവസാനിക്കുന്നില്ല സിനിമ എന്ന കലയുടെ ഉത്തരവാദിത്തം. ദേശസ്നേഹ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയോ മികച്ച ഉദാഹരണങ്ങളുണ്ട്. പകരം അതിദേശീയതയുടെ മറവിൽ നുണ പരത്തുന്ന ചിത്രങ്ങളെ ആശ്രയിക്കരുത്. തലച്ചോറിൽ കുത്തിവെക്കപ്പെടുന്ന അഴുക്കിനെ തിരിച്ചറിയപ്പെടാതെ പോകരുത്. ഇതൊന്നുമല്ല ചരിത്രത്തിൻ്റെ ഡോക്യുമെന്റേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കുകയുമരുത്. ഫിക്ഷൻ ഏത്, യാഥാർത്ഥ്യമേത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു സാധാരണ പ്രേക്ഷകനെ അങ്കലാപ്പിലാക്കുന്ന അജണ്ട ഒരുതര പ്രോത്സാഹനവും അർഹിക്കുന്നില്ല.